നമ്മുടെ ഈ അട്ടപ്പാടിയിലൊരു സാമൂഹിക ഇത് വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ മേഖലയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് മെയിനായിട്ട്? അട്ടപ്പാടിയുടെ ആരംഭത്തിൽ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം വെറും വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വഴി വെട്ടുക, അല്ലെങ്കിൽ എന്താണ് വെള്ളത്തിൻ്റെ വസതികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. കൃഷിയിൽ ഞങ്ങളധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾ അത് നമ്മളുടെ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദുസ് ആയാലും ആദിവാസികളായി കൃഷി കൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെയാണ് ബിജു മാപ്രാണത്തുകാരനും ഫാദർ വന്നപ്പോഴാണ് നമുക്ക് കൃഷിയിലേക്ക് കുറച്ചും കൂടി അഗ്രികൾച്ചർ സംബന്ധമായ കുറച്ചും കൂടി കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അങ്ങനെയാണ് ഈ നബാർഡിനെ. അപ്പോൾ നമ്മൾ ആട് വളർത്തൽ, പശു വളർത്തൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരങ്ങൾ കൊടുക്കൽ, ചെടികൾ കൊടുക്കൽ, അതിലൂടെ അത് വളർത്തി അതിൽ നിന്നും സമ്പത്തുണ്ടാക്കുന്നത് അവരുടെ ഉപജീവനത്തിന് ഉപയോഗിക്കട്ടെ. അപ്പോൾ വളരെ ശക്തമായിട്ട് അത് നടന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ. ഇപ്പോൾ ഞങ്ങൾ ആശ്രമത്തിൽ തന്നെ ഓർഫനേജ് ഉണ്ടായിരുന്നു, അതിൽ ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ CNAWയുടെ ഫണ്ട് വരും. പിന്നെ ഞങ്ങൾ അച്ഛന്മാർ സ്കൂളുകളിൽ നിന്നും കിട്ടുന്ന പണം ഇവർക്ക് വേണ്ടി ചെലവിടും. അല്ലെങ്കിൽ ഞങ്ങളുടെ പറമ്പുണ്ട് അവിടെ 18 ഏക്കർ, അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി, അത് ഞങ്ങളുടെ അച്ഛന്മാരുടെ ചിലവിന് വേണ്ടിയിട്ടില്ല, ഈ കുട്ടികളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക. അവർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയങ്ങളിലൊക്കെ പഠിപ്പിച്ച് അവർ ഉയർത്തിയിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട്, വളരെ ഇതുണ്ട്. അത് വളരെ ഞങ്ങളുടെ ഒരു വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ചിലർ വന്ന് പറയാറുണ്ട്, കുട്ടികൾ പറയാറുണ്ട്, ഇങ്ങനെ അന്നത്തെ അച്ഛന്മാരുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കതങ്ങനെ സാധിച്ചത്, ഇത്രയും വിദ്യാഭ്യാസം കിട്ടിയത്, ഇത്രയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കുറച്ചും കൂടിയും ഒരു സ്ഥിരത വന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇവിടെ ഈ ഒരു സമൂഹത്തിൽ വരുത്താൻ കരുതിയിട്ടുണ്ട്. പിന്നെ മദ്യപാനത്തിൻ്റെ ലെവലിൽ ഇപ്പോൾ നമ്മൾ ഊരുകളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മദ്യപാനം പിന്നെ ഈ ഡ്രഗ്സ് ആണല്ലോ ഇവരുടെ ഇത്. അപ്പോൾ ഇതൊക്കെ വിമുക്തരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛന്മാർ അതിനെ പരിശ്രമിച്ചിട്ടുണ്ട്. അച്ഛന്മാർ മാത്രമല്ല, നമ്മുടെ സ്റ്റാഫും അതിന് ട്യൂൺഡാണ്. ഞങ്ങളെടുക്കുന്ന സ്റ്റാഫ്സും ഇപ്പോൾ വളരെ ട്യൂൺഡാണ് അതിന് വേണ്ടി. ഞങ്ങളുടെ അച്ഛന്മാരോട് കൂടി നിന്ന് അവർ പ്രവർത്തിച്ച് അവരെയും അതിൽ നിന്ന് വിമുക്തരാക്കാനായിട്ട് അവർ റെഡിയാണ്. നമുക്ക് ഇവിടുത്തെ അച്ഛൻ പറഞ്ഞ പോലെയുള്ള നമ്മുടെ ഇവിടുത്തെ ഊരുകൾ, മറ്റു ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് പോയി കണ്ടാലോ? തീർച്ചയായിട്ടും. കാരണം ആസോയ്ക്ക് ഒരു 53 ഊരായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. നമ്മുടെ പ്രവർത്തനം 192 ഊരുകളാണ് ഉള്ളത്. അതിൽ 53 എണ്ണത്തിൽ ആസോയ്ക്ക് ഡയറക്റ്റായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. നമുക്കിനി 2-3 ഊരുകളിലേക്ക് നമുക്കൊരു എന്താണ് ഇവരുടെ കാണാനായിട്ട് നമുക്ക് പോകാം. നമ്മളുടെ മതത്തിൻ്റെ പ്രത്യേകത അത് ക്രിസ്ത്യൻ പ്രിൻസിപ്പിളാണത്. ക്രിസ്തുവിൻ്റെ ഒരു ഐഡിയോളജിയാണ് അനേകർക്ക് വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ അനേകർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മതസ്ഥർ മാത്രമല്ല, അത് ഹിന്ദു പെടാം, മുസ്ലിം പെടാം, ജൈൻ, സിഖ്, അല്ലെങ്കിൽ ആദിവാസികൾ, ഈഴവര്, എല്ലാവരും പെടാം. അത് വ്യക്തമായിട്ട് നമ്മുടെ പ്രവർത്തനം കാണും. ഇപ്പോൾ ചാവറേശൻ തന്നെ എടുത്താൽ നോക്കിക്കോ, ചാവറേശൻ ക്രിസ്ത്യൻസിന് മാത്രം നിലകൊണ്ട ഒരു വ്യക്തിയല്ല. വിദ്യാഭ്യാസ ഒരേ ബെഞ്ചിലിരുന്ന് അത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഈഴവനായാലും ആദിവാസിയായാലും ഒരുമിച്ചിരുന്ന് പഠിക്കണം. അത് നമ്മുടെ ക്രിസ്ത്യൻ പ്രിൻസിപ്പിളാണ്. നമ്മുടെ വിശുദ്ധാത്മാക്കൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ പ്രവർത്തനം അതുകൊണ്ടാണ് ഞങ്ങളുടെ പേര് തന്നെ വേറെ വിശുദ്ധന്മാരുടെ പേരോ അതിൽ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ അട്ടപ്പാടി സോഷ്യൽ സർവീസ് ഓർഗനൈസേഷനാണ്. അച്ഛൻ പേര് കൊടുക്കുമ്പോൾ അങ്ങനെ തീരുമാനിച്ചത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ അട്ടപ്പാടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇതൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാമെന്ന്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തുവിൻ്റെ തത്വം, ക്രിസ്തു ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, അനേകർക്ക് വേണ്ടി എന്നുള്ളത്. അല്ലാണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയില്ല, ഞാൻ അനേകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. അപ്പോൾ അത് ഞങ്ങൾ ആസോടെ ഞങ്ങളുടെ പ്രവർത്തനം വഴി ഞങ്ങൾ അത് വ്യക്തമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പട്ടിമാളം ഊരാണ്. നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഊരുമൂപ്പൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഊരുമൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വില്ലേജിൻ്റെ ഊരിൻ്റെ നേതാവാണ്. പുള്ളിയാണ് എല്ലാം ഇവിടെ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമ്മളിപ്പോൾ സമീപിക്കുന്നത് ഊരുമൂപ്പൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഓരോ ഊരിനും ഊരുമൂപ്പന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. നമസ്കാരം.
അച്ഛൻ വരേ ഇവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് വാ. ആ നമ്മളെ അച്ഛനല്ലേ? ആ നമ്മളെ അച്ഛനാണ് ഈ പ്രദേശത്തിലെ ആ നിങ്ങൾക്ക് തരിശ് ഭൂമി ആയി കടന്ന ഭൂമിനെ ആ ഈ കൃഷിഭൂമിയായിട്ട് മാറ്റി തന്നത് അച്ഛനാണ്. ആദ്യം മുതൽ പമ്പ് ചെട്ട് വെച്ചിട്ടുണ്ട്. രണ്ടാമത് വന്ന് തെങ്ങ് തന്നു. തെങ്ങ് ആ ആദ്യം കുളിയെടുക്കാൻ പൈസ തന്നു. ആ കുളിയെടുക്കാൻ പൈസ തന്നിട്ട് രണ്ടാമത് വന്ന് തെങ്ങ് തന്നിട്ടുണ്ട്. തെങ്ങ് തന്നിട്ടുണ്ട്. തെങ്ങ് കഴിഞ്ഞ പിന്നെ വളം തന്നു. വളം ആ വളം ഏകദേശം എത്ര തെങ്ങുകൾ തന്നിട്ടുണ്ടാവും? ആദ്യം വന്ന് 25 തൈ ഒരാൾക്ക് തന്നു. ഒരാൾക്ക് 20. അങ്ങനെ എത്ര പേരുണ്ട് ഈ ഏരിയയില്? ഇതിലൊരു 40 പേരുണ്ടാവും. 40 പേരോളം. 40-45 ഉണ്ടാവും. ഓക്കെ. അത്ര ആൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കള വെട്ടാൻ ഒരു പൈസ തന്നു. കളയെടുക്കാൻ കുളിയെടുക്കാനും പൈസ തന്നു, കള വെട്ടാനും പൈസ തന്നു. 2 പൈസ തന്നിട്ടുണ്ട്. ഇല്ലെന്ന് നമ്മൾ പറയില്ല. പിന്നെ വളം ഇടയ്ക്കിടയ്ക്ക് തന്നിട്ടുണ്ട്. ചെറിയ പൈപ്പും കൂടി തന്നിട്ടുണ്ട്. വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൈപ്പ്. അതിപ്പോ ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടു. നമ്മളെ ആയിട്ട് ഞങ്ങൾക്ക് വലിയൊരു ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വന്നിട്ട് തെങ്ങും നോപ്പും ഉണ്ടാക്കാതെ ഇരുന്ന ആളാ. അപ്പൊ ഇന്ന് ആശോ മുഖന്തരത്തില് ഞാൻ തെങ്ങ് തോട്ടക്കനായി. കാഴ്ച തുടങ്ങിയോ? ചില കാക്കം തുടങ്ങി കുറച്ച് ഒരു കൊല്ലം കൂടി കഴിയണം. കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാപ്പ് വലുതായിട്ട് ഇപ്പൊ നമുക്ക് പോയി കാണാം. സ്ഥലത്തും കൂടി കാണാം. ശരിയാച്ചാ? മൂപ്പിന് കുറെ മാടുകളുണ്ട്. മാടുമുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. കുറച്ചുണ്ട്. 10-25 മാടുണ്ട്. നമ്മള് വന്ന് പാരമ്പര്യമാണ് ഈ മാട് വെച്ച് ജീവിച്ചു വരുന്നതാണ്. എത്ര മാടുണ്ട്? ഒരു 25 മാടുണ്ടോ. എന്താ പാലൊക്കെ എന്താ ചെയ്യുന്നത്? പാല് നമ്മളെ കറക്കില്ല, കന്നുകൾ കുടിക്കുള്ളൂ. വീടിന്റെ ചെലവിന് മാത്രം ഉണ്ടാക്കും. കന്നുകൾക്ക് കുടിക്കാൻ വിടും. അപ്പൊ വീടിന് നമുക്ക് കുറച്ച് വീട്ടു ആവശ്യത്തിന് മാത്രം പാലെടുക്കും. ആ കാലത്തിൽ നിന്ന് അങ്ങനെ തന്നെ നമ്മൾ കറന്ന് കൊടുക്കില്ല, സൊസൈറ്റിന് ഒഴിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ചില ചെയ്തി വരുന്നത് അല്ലേ? ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു വന്നത്. പിന്നെ ഞങ്ങൾക്ക് കാട്ടിന് വിളവിടും. മാടിന്റെ വളം മാത്രം. അത് എങ്ങനെയെന്ന് അറിയോ? പളിയോളം ഓട്ടും, കന്ന് കൂട്ടിയിട്ട് ഓട്ടിയിട്ട് അതിന് കടപട്ടി ആയിട്ട് വെക്കും. കടപട്ടി മാടിന് കടപട്ടി വെച്ചിട്ട് ഒരു 12 ഉളവ് ഓട്ടും. 12 ഉളവ് ഓട്ടി കഴിഞ്ഞാൽ മഴയില്ലാതെ പോയാൽ ആ കൃഷിയൊക്കെ വീഴും. മണ്ണിൻ്റെ ഉള്ളിൽ എങ്ങനെ ഒരു 2 ഇഞ്ച് ഘനത്തിൽ ഉണങ്ങി വരും. അതിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ നിറവ് അധികം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് വന്നത്. ചോളം, സാമ, റായി, വറകും, പാണ്ടി, പിച്ചാമ. അത് കുതിരവല്ലി എന്ന് പറയും തമിഴില്. ഞങ്ങൾ പിച്ചാമ എന്ന് പറയും. എന്തിനാ ഉപയോഗിക്കുന്നത്? അത് അരി ഉണ്ടാക്കാൻ. അതിന് അറുപട ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ടും പിന്നെ നമ്മൾ ഉരലുണ്ടാവും, ഒലക്കുണ്ടാവും. ഇടിക്കും. ഇടിച്ചിട്ട് അരി ഉണ്ടാക്കും. അരി ഉണ്ടാക്കിയിട്ട് നമ്മളൊക്കെ ചോറ് വെച്ച് കഴിക്കാം. പക്ഷെ കുട്ടികളിന് ചോറ് കുറച്ച് അധികം കൊടുക്കും. രാവിലെ എണീച്ച് അത് ചോറ് ഉണ്ടാക്കിയിട്ട് കുട്ടികളിനാണ് കൊടുക്കണത്. കുട്ടികളെ നമ്മൾ കൊടുത്തായിരിക്കണം ആദ്യം. അപ്പൊ രണ്ടാമത്തെ നമ്മൾ കഴിക്കും. അങ്ങനെയാണ് ചെയ്തു വരുന്നത്. ഈ ടാങ്കിലേക്ക് വെള്ളം ഇങ്ങനെ വരുന്നത്? ടാങ്കിലിരുന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ ടാങ്കിൽ കയറും. ഈ ടാങ്കിൽ കയറിയിട്ട് ഈ പ്രദേശം മൊത്തം പോയിട്ട് അങ്ങോട്ടും കൂടി പോകും. നിങ്ങൾ വരണ വഴിക്ക് ഒരു റോഡ് ഉണ്ടാവും. ഈ നരസിംഹക്കിലേക്ക് പോകുന്ന റോഡ്. ആ റോഡിന്റെ അടുത്താണ് പോയിട്ട് കൃഷിക്കുള്ള സ്ഥലത്തേക്ക് പൈപ്പ് എത്തിക്കണുണ്ട്. അതും കൂടി സാർ കാണാം അവിടെ പോയിട്ട്. തീർച്ചയായിട്ടും കാണാം. ഇതാണ് തൊഴുത്ത് അല്ലേ? അതെ, ഇതാണ് തൊഴുത്ത്. പശുക്കൾ ഏത് വെറൈറ്റി ഒക്കെയാണ്? നാടൻ പശുക്കളുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് പശു ഉണ്ടാക്കില്ല. ഇത് നാടൻ പശുക്കളാണ്. നാടൻ പശുക്കളാണ്. നമ്മൾ ആ കാലത്തിരുന്ന് ഈ കള വരെ എൻ്റെ മുതിമുത്തച്ഛനാൾ വരെ ഇങ്ങനെ നമ്മൾ മാടുണ്ടാക്കി ജീവിച്ച് വരേണ്ടതാണ്. കമ്പി വെച്ച വെള്ളം തടയും. നാടൻ പശുക്കളാവുമ്പോഴേ നാടൻ പശുക്കളാണ്. കേട് അത് അടുത്ത് പോയ വിരളും. ഈ മാട് ആൾക്കാരെ കാണില്ല അച്ഛാ. ഇങ്ങനെ പോയി വരണ്ടിരിക്കും. ഇതൊക്കെ നോക്കുണ്ടോ?
നമ്മൾ പാരമ്പര്യമായിട്ട് ആ, ഇത് ഈ കന്നും കാളെ വെച്ച് ജീവിച്ച് വരാണ് വെച്ചാ ഉം, ഉം. നമ്മൾ ആ കാലത്ത് നിന്ന് മാടും കന്ന് വെച്ചാണ് ഇവിടെ ജീവിച്ച് വരണത്. അതെ. നമ്മൾ മറ്റവന്മാർ ഒരു ബിസിനസ്സോ അങ്ങനെ ഒരു ശീല ഉം, ഇങ്ങനെയാണ് കന്നും കാളെ ആടും മാട് വെച്ചാണ് ജീവിച്ച് വരാണ്. ഈ മാട് കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ വളപോട്ടിക്കും, ആ, ഓട്ടിയിട്ട് അവിടെ കെട്ടിയിടും, ചാണകം മൊത്തം നിലത്തിൽ വീഴും. നിലത്ത് വീഴും. അപ്പം അങ്ങനെ ഒരു 10 ഉളവ് ഓട്ടും. ഉം, ഉം. ഓട്ടിട്ട് കൃഷി ചെയ്താൽ നമ്മൾ ആ ഇംഗ്ലീഷ് പറയുന്ന ആവശ്യമില്ല. ആവശ്യമില്ല. ഓക്കെ. അങ്ങനെ വളരെ വലിയ ഇതായിട്ട് വരും, ഒരു രസമായിട്ട് വരും. ഉം, ഉം, ഉം. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊണ്ടുപോകുക. അപ്പം മരുന്നടിക്കില്ല, ആ, മരുന്നിന്റെ ആവശ്യമില്ല. മരുന്ന് ആവശ്യമല്ല. ഇവിടെ വളം കിടന്ന മരുന്ന് ആവശ്യമല്ല. ഓ, അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു വന്നത്. നമ്മൾ ആ കാലത്ത് ചോളറായി ഈ ചാമെന്ന് പറഞ്ഞ സാറിനാണ് നമ്മൾ കഴിച്ചു കൊണ്ടിരുന്നത്. ഓ, ഓ. അപ്പം ഞങ്ങൾക്കും കൂടി അസുഖം വരില്ല. ഞങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യില്ല ആ കാലത്തിൽ. ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല. ആ ആവശ്യമില്ല. ആവശ്യമില്ല. പിന്നെ നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ വന്ന് പ്രസവിക്കുകയാണെങ്കിൽ ആ, ഗർഭമായിട്ടുണ്ടല്ലോ, ഗർഭമായിട്ട് പ്രസവിക്കുകയാണെങ്കിൽ അത് വീട്ടിൽ തന്നെ പ്രസവമാവും. ഓ, ഓ, ആശുപത്രിയിൽ നിന്ന് പോകില്ല, ആ, ആ, ആ. ആദ്യം ടെസ്റ്റും ചെയ്യില്ല. ഉം, ഉം, അങ്ങനെ ഞാൻ 4 ഊട്ടി എനിക്ക് മക്കന്മാർ. ഉം, ഉം. ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയി, 3 ആണമക്കളുണ്ട്. ഈ 3 മക്കളും കൂടിയിട്ട് ആശുപത്രിയിൽ പ്രസവിക്കും, ഉം, ഉം, ഉം. വീട്ടിൽ തന്നെ. ഓ, ഓ. അങ്ങനെ ദിവസം പണിയെടുക്കും. ആ, ഗർഭിണി പോകുമ്പോഴേക്കും പണിയെടുക്കും, കാട്ടിൽ കള വെട്ടും, കൊത്തൽ ചെയ്യും, കൊത്തും പിടിക്കും, എല്ലാം കൃഷി ചെയ്യും. ഞാൻ രാത്രി നേരത്തെ പ്രസവമായ രാവിലെ അതിന് കുട്ടി കരയണത് മാത്രമേ കാണാൻ ഓ, പറ്റൂ. ഓ, ഓ. അങ്ങനെ ഈ നാട്ടിൽ ഇരുന്നത്. ഉം, 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 ഉം. ഇപ്പം അങ്ങനെയല്ല, ഗുളികയാണ് കഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആദ്യം അങ്ങനെയല്ല, ഒരു ഗുളികയല്ല. ഉം, ഉം. ഈ മാടിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ പച്ചമരുന്നാണ് കൊടുക്കുന്നത്. അട്ടപ്പാടി പ്രദേശത്തിലെ ആ, മൂപ്പൻ കൗൺസിലിന്റെ ഒരു വൈസ് പ്രസിഡന്റാണ് ഞാൻ. ആ. വൈസ് പ്രസിഡന്റാണ്. ആ, അപ്പൊ വലിയ ആളാണ്. ആ അതെ സാറേ, ആ, അതെ അച്ഛാ. ഈ പ്രദേശത്ത് ഞാൻ ഏത് കാര്യത്താലും ഞാൻ ഉണ്ടാവും. ഓ, ഓ, ഓ. ഉം, ഉം. പഞ്ചായത്ത് കാര്യമായാലും ശരി, ബ്ലോക്ക് ആയാലും ശരി, ഏത് കാര്യത്തിനായാലും ശരി, ആ. ഞാൻ ഈ മൂപ്പനും ഉണ്ടായിരിക്കും. ഉം. പിന്നെ ഊരിൽ വല്ല പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ അതെ, അവരോട് കൂടെ ആ ഉണ്ടാവും. ഉണ്ടാവും. ഇവിടെ എങ്ങനെയെന്ന് അറിയോ, മൂപ്പൻ, കുറുതല്, ഉം, വണ്ടാരി, ഉം, മണ്ണുക്കരൻ, ഉം, ഉം, ജാതിയൻ, ഉം. 5 ആളാണ് ഈ ഊരിൻ്റെ ഭരണ അധികാരികൾ. ഓ, ഓ. ഉം, ഉം, ഭരണ അധികാരികൾ. ഏത് കാര്യത്താലും നമ്മൾ 5 ആളുണ്ടാവും. ഉം, ഉം. മരണമായാലും ശരി, ഒരു കല്യാണം ചെയ്യാനായാലും ശരി, അടിയന്തര ചടങ്ങായാലും ശരി, ആ കാര്യത്തിന് ഈ 5 ആൾ പങ്കാളിയായിട്ട് നടക്കും. ഓ, ഓ. ഉം, ഉം. അതുമാത്രമല്ല, ഇവിടുത്തെ ഒരു അമ്പല വിശേഷം നടത്തണമെങ്കിൽ അതിന് നമ്മൾ പങ്കാളിയായിട്ട് നമ്മൾ ഉണ്ടാവും. അത് എല്ലാ തരത്തിലും ഞങ്ങൾ ഉണ്ടാവും, ഈ 5 ആളുകൾ. അപ്പോൾ ഈ പ്രദേശത്തെ ഇവിടെ കിടക്കുന്ന തെങ്ങ് മൊത്തം ആസവം മുഖന്തരത്തിൽ കിട്ടിയതാണ്. തെങ്ങ് മൂത്തിട്ടുണ്ടാവും, ഓ, ഓ. ചിലത് വന്നിട്ടുണ്ടാവും, ചിലത് പറയില്ല. നമുക്ക് സുരേഷയുടെ സ്ഥലത്ത് പോയി കാണാം. ആസവം മുഖന്തരത്തിലാണ് ഇവിടെ തെങ്ങുന്നൂപ്പ് അധികം കൂടുതലായിരിക്കണത്. അടുത്തത് വരെ അവിടെ വരുന്ന തെങ്ങ് നമ്മൾ ആസവം മുഖന്തരത്തുള്ള കിട്ടിയതാണ്. അതെനിക്കടല്ലോ, അവിടെ ആ അതെ, ആ തെങ്ങ്. ആ, ആ, മാത്രമല്ല ഈ പ്രദേശത്ത് ഒരുപാട് തെങ്ങുണ്ട്. ആ. എത്ര നമ്മൾ വർഷം ആശയം മുഖന്തരത്തിൽ കിട്ടിയ തെങ്ങുകൾ, ആ തെങ്ങ് ഒരുപാടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ, ആദ്യം തെറസ് ഭൂമിയായിട്ട് കടന്നു. ഈ ആശയം മുഖന്തരം കൊണ്ട് ഇപ്പൊ കൃഷിഭൂമിയായിട്ട് കൃഷിയുമായിട്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അതെ. ഉപജീവനത്തിനൊക്കെ വല്ലതും കിട്ടി. അതെ, ഇപ്പം ഞാൻ ഒരു കാലത്ത് തോട്ടമുണ്ട്, തെങ്ങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ. പക്ഷെ ഉണ്ടാക്കാൻ പറ്റാതെ പോയി. ഉം. നമ്മൾ ആശം വന്നിട്ടാണ് ഇതവരെ എൻ്റെ തോട്ടം കൂടി ഇത് ഓ, ഇതവിടെ കിടക്കണം. ഇവിടെ കിടക്കണം. ആ ഈ തെങ്ങാണ് എൻ്റെ. അത് കാക്കാനെ കുറച്ച് ദിവസം കഴിഞ്ഞ പിന്നെ കാക്കും. ഉം, ഉം. ഇതാണ് ഒരു മുപ്പൻ്റെ അല്ലേ? വാഴ നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ. ആ
അതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് വരുന്നത് തന്നെ. ഇതെന്ത് വാഴ? വാഴ ഇത് നാലിപ്പൂ എന്ന് പറയും. ആശ മുഖം തിരുത്തി ഞാനിപ്പോൾ തെങ്ങിൻ്റെ തോട്ടക്കാരനായി ഞാൻ നല്ല ജീവിച്ച് വരാണ്. ഇവിടുത്തെ പട്ടിമള രംഗമൂപ്പൻ എത്ര തെങ്ങ് തന്നിട്ടുണ്ട് ആസോ? ഒരു 3 ആളിന് ചേർത്തിട്ട് ഒരു 75 തന്നു. പിന്നെ നഷ്ടപ്പെട്ട് പിന്നെ ഒരു 50 തന്നു. വേറെ 125 കന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 125 കന്ന് അച്ഛ തന്നിട്ടുണ്ട്. ഇനി ഒരു കൊല്ലം കൂടി കഴിഞ്ഞ തെങ്ങിൻ്റെ കായക്കട അവിടെ വെട്ടി വിൽക്കുവാണ്. അവിടെ ഒരു സന്നിധാനം നമ്മൾ ആശ ചെയ്തിട്ടുണ്ട്. കായ് നല്ല കൊല പിടിച്ച് ക്രാപ്പ് വരുന്നുണ്ട്. അച്ഛൻ കണ്ടോ? കണ്ടു. ആ കണ്ട നല്ല ഇതാണ് ആശുപത്രിയിൽ നിന്ന് കിട്ടിയത്. അതെ കണ്ടില്ലേ? നല്ല ക്രാപ്പ് ഉണ്ട്. ആ എത്ര എത്ര വർഷമായിട്ടുണ്ട് ഇത്? ഇതൊരു 5 കൊല്ലം തന്നെ ഉണ്ട്. 5 കൊല്ലം. നന്നായിട്ടുണ്ട്. അത് അത്രേ ഉള്ളൂ, കൂടുതലൊന്നും വരില്ല. അധികം വെച്ചിട്ട് അധികം പോയിട്ടില്ല. എല്ലാം ഉണ്ട് തെങ്ങ് അല്ലേ? അതെ, എല്ലാ തെങ്ങ് കേടുമില്ല. 5 കൊല്ലത്തിന് ആണ് ഇങ്ങനെ ക്രാപ്പ് വന്നിരിക്കണത്. ഇത് കുറച്ച് മുമ്പേ തന്നത്, എനിക്ക് ആദ്യം മുമ്പേ തന്നത് അവിടെ ഇട്ടു. അത് വെള്ളമല്ല ചില ഇല്ലത്തെ സമയത്തിന്. അപ്പൊ വെള്ളം പിന്നല് ഇത് കിട്ടിയത്. അതൊക്കെ അതിൽപ്പെട്ടതാ അല്ലേ? ആ ഇതിന്റെ ഇതൊക്കെ അതിൽപ്പെട്ടതാ. അച്ഛനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ശരിയാണ്, വളരെ സന്തോഷം. നിങ്ങൾ നന്നായിട്ട് നോക്കി. അതെ, ഇവിടെ ഏറ്റവും കൂടുതൽ 40 കുടുംബം പറഞ്ഞാൽ ആ സമുദ്രത്തിനെല്ലാം ജീവിച്ചു വരാണ്. തെങ്ങും പോക്കും എന്നിട്ട് നല്ല ജീവിതം. ഒരു കുടുംബത്തിന് എത്ര ഏക്കർ വെച്ച് ഭൂമിയുണ്ട്? ഒരു കുടുംബത്തിന് 1.5 ഏക്കർ ഉണ്ടാവും, 2 ഏക്കർ ഉണ്ടാവും. കൃഷി ചെയ്തിട്ട് എങ്ങനെയാ, ലാഭമാണോ നഷ്ടമാണോ? അത് നമ്മൾ പറയാൻ പറ്റില്ല. ലാഭം ഉണ്ടാവും. ഇപ്പൊ ഇതൊക്കെ ഇട്ട് ഈ കൃഷിയിലെ ലാഭമുണ്ട്, തെങ്ങിലെ ലാഭമുണ്ട്, ഇത് പാക്കിലെ ലാഭമുണ്ട്. ഈ തേങ്ങ കൊടുത്തു തുടങ്ങിയോ? തുടങ്ങി അല്ലേ? പറയാനാണ്. കരിക്കാണോ അല്ലെങ്കിൽ ഇത് കൊടുക്കൂ. ഇത് തേങ്ങായിക്കരനെ കൊടുക്കും, ഇല്ലെങ്കിൽ ഗുളിക്കട കൊണ്ടുപോയി കൊടുക്കും. തേങ്ങയായിട്ടാണോ ഇപ്പൊ കരിക്കായിട്ടാണോ കൊടുക്കുന്നത്? ഇളനീരും കൊടുക്കും. ഇപ്പൊ ഇയാൾ ഇളനീര് കൊടുക്കില്ല. ഇങ്ങനെ കായ് മൂത്ത തേങ്ങായി കൊടുക്കും. മൂത്തിട്ട് ഇളനീര് കൊടുക്കില്ല. ചില ആൾക്കാർ കൊടുക്കും, ചില ആൾക്കാർ കൊടുക്കില്ല. അച്ഛാ അങ്ങനെ തന്നെ വെക്കും. വണ്ടാര് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണാണ്. ഞാനാണ് പട്ടിമുളകൂരിൽ വണ്ടാരി. വണ്ടാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മൂപ്പന്റെ ഊർ കമ്മിറ്റിയുടെ ഒരു മൂപ്പന്റെ അസിസ്റ്റന്റാണ്. മൂപ്പൻ, കുറുതല, വണ്ടാരി, മണ്ണുക്കാരൻ, ജാതി, അങ്ങനെ 5 പേര് ഉള്ള ഒരു കമ്മിറ്റിയാണ്. നിങ്ങളുടെ വണ്ടാരിക്ക് എന്താണ്, നിങ്ങളുടെ ഊരിൽ എന്താണ് നിങ്ങളുടെ ഊരിലത്തെ കാര്യങ്ങളിൽ മൂപ്പനെ സഹായിക്കുക, എന്താണ് പറയാ, ട്രഷറർ ആ പോസ്റ്റിംഗ്. പണം കൈകാര്യം ചെയ്യുന്ന പേപ്പർ കൈകാര്യം ചെയ്യുന്ന സ്ഥാനമാണ് വണ്ടാരിക്കുള്ളത്. കുറുതല എന്ന് പറയുന്ന സ്ഥാനം സെക്രട്ടറി പോസ്റ്റിംഗ് ആണ്, സെക്രട്ടറിയുടെ ആ സ്ഥാനമാണ്. മൂപ്പൻ എന്ന് പറഞ്ഞ ഹെഡാണ്, ഊരിലത്തെ ക്യാപ്റ്റനാണ്. ഇതിന് ഇതുണ്ടോ നിങ്ങൾക്ക്? എത്ര വർഷം ടേം ഉണ്ടോ? ടേം മീൻസ് 3 വർഷം, 8, 5 അല്ല, അങ്ങനെയല്ല. മരണത്തിന് ശേഷം മക്കളാണ് അതിന്റെ ഒരു അവകാശികൾ. അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അങ്ങനത്തെ സമ്പ്രദായമാണ് നമ്മൾ ഊരുകളിൽ വെച്ചിരിക്കുന്നത്. അച്ഛന് മരിച്ച മക്കള് മൂത്ത മകനാണ് ആകേണ്ടത്. പിന്നെ അവരെ നടത്ത ശരിയില്ല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നടക്കുന്ന ഒരു മകനെ തിരഞ്ഞെടുക്കും. ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ആസ വഴി നമുക്ക് ഇവിടെ ആസ വഴി എനിക്ക് മറ്റേ നവാഡ് ബാങ്ക് ആസമാണ് നമുക്ക് ആ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. നവാഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റാണ് ആസോ കൊണ്ടുവന്നത്.
എനിക്കൊരു 100ഓളം തെങ്ങ് തൈ തന്നിട്ടുണ്ട്. ഒരു 125ഓളം, ഒരു 150ഓളം കവുങ്ങ് തൈ തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള വളം വളം ആദ്യമൊക്കെ തന്നിരുന്നു. ഇപ്പോൾ ആസോ 5 കൊല്ലത്തിൻ്റെ പ്രോജക്റ്റാണെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് 4 കൊല്ലം ആയിരുന്നു. 1 കൊല്ലം ഞങ്ങൾ ചെയ്തില്ല, ആദ്യത്തെ കൊല്ലം ചെയ്തില്ല. 4 കൊല്ലം ചെയ്തപ്പോൾ ആ പ്രോജക്റ്റിൽ വന്ന ഫണ്ടുകളൊക്കെ നമുക്ക് കിട്ടി. ഇപ്പൊ അടയ്ക്കയും തേങ്ങയൊക്കെ നിങ്ങൾ പുറത്ത് വിൽക്കാൻ കൊടുത്തു തുടങ്ങി? വിൽക്കാനെന്ന് പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒരു 1000 രൂപയ്ക്കോളം വിറ്റു. കവുങ്ങ് വിറ്റു. ഏത് വർഷം പോകുന്തോറും അതിന് നിങ്ങൾക്ക് ഒരു ചെലവാണ്, നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ചെലവാണ് കണ്ടെത്തുന്നത്? ജീവിക്കാനുള്ള വരുമാനമാണ് കണ്ടെത്തുന്നത്. ഈ ആസവത്തിന് നിങ്ങൾക്ക് ഈ തെങ്ങും തൈയും ഇതൊക്കെ തന്നെ മുമ്പ് കൃഷി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? അന്ന് കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാരമ്പര്യ കൃഷിയാണ്. എന്താണ് പാരമ്പര്യം? രാഗി, സോളം, തുമര, അവര, മുതിര, ഉഴുന്ന്, ഇങ്ങനത്തെ കൃഷികളാണ് നമ്മൾ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റിയില്ല? അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിന് വരുമാനം കിട്ടുന്നില്ല. നമ്മൾ പ്രകൃതിയെ വിശ്വസിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മഴയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്തു വന്നത്. അത്ര മഴയും ലഭിച്ചില്ല. പിന്നെ ഞാൻ അകളി PDC ബാങ്കിൽ പോയി ലോൺ മേടിച്ചിട്ട് പമ്പ് സെറ്റൊക്കെ വെച്ചിട്ടാണ് ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ബുദ്ധിമുട്ടുണ്ടോ? വെള്ളം പുഴയിലത്തെ വെള്ളമാണ്. കുറച്ച് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ, ക്ഷാമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ മാറിയിരിക്കുന്നു മഴ പെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഈ കൊല്ലമൊക്കെ കുഴപ്പമില്ല. 2-3 കൊല്ലത്തിന് മുന്നേ ഭയങ്കര ക്ഷാമമായിരുന്നു. കുടിക്കാൻ തന്നെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പുറത്തുള്ള തെങ്ങും പാക്കിലും നമ്മളെ ഈ ആസോന്റെ മുഖന്തരാണ്. വലുതല്ല, ഈ ചെറുത്. ചെറുത് നമ്മളെ ടീമിക്ക് പെട്ടതാണ്. കയ്യിൽ പെട്ടതാണല്ലേ? ഇതാ വലിയ തെങ്ങുകൾ കാച്ചതൊക്കെ അല്ലേ? ഇത് കയ്യിൽപ്പെട്ടോ ഈ തെങ്ങുകൾ? കയ്യിൽപ്പെട്ടു. എന്ത് വാഴയാണത്? കർപ്പൂര വള്ളിയ? നാലിപ്പൂനാണോ?